தமிழக்குடி பறக்குது, தலைவன் யுகம் പൊറക്കുത്. അനേവർക്കും വണക്കം. തമിഴ്നാട് വെറും ഒരു സംസ്ഥാനമല്ല, സിനിമയും രാഷ്ട്രീയവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി കൊണ്ടു നടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമാണത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി ദ്രാവിഡ മണ്ണിൽ അധികാരം നിർണയിച്ചത് വെള്ളിത്തിരയുടെ കൂടി കരുത്താണ്. MGRന്റെ മാസ്മരികതയും കലൈஞർ കരുണാനിധിയുടെ മൂർച്ചയുള്ള തൂലികയും പുരട്സിത്തലൈവി ജയലളിതയുടെ ആധിപത്യവും കണ്ട വലിയൊരു ചരിത്രമുണ്ട് തമിഴകത്തിന്. DMK, AIADMK എന്നീ രണ്ട് വൻമരങ്ങൾ മാത്രം മാറി മാറി ഭരിച്ച ആ മണ്ണിൽ അമ്മയുടെയും കലൈஞരുടെയും വിയോഗത്തിന് ശേഷം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യത രൂപപ്പെട്ടിരുന്നു. ആ വിടവ് നികത്താൻ പലരും വന്നു, പലരും മടങ്ങിപ്പോയി. സിനിമാ ലോകത്ത് നിന്ന് പലരും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാൻ ശ്രമിച്ചെങ്കിലും 50-ലേറെ വർഷം പഴക്കമുള്ള ഇരു മുന്നണികളുടെയും ഉരുക്കുകോട്ട ഭേദിക്കാൻ ആർക്കുമായില്ല. എന്നാൽ അവിടെയാണ് ഒരു യഥാർത്ഥ നായകന്റെ എൻട്രി. വെള്ളിത്തിരയിൽ 100 പേരെ ഇടിച്ചു തെറിപ്പിക്കുന്ന വെറുമൊരു റീൽ ഹീറോ മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്ഥിരകളിൽ ആവേശമായി പടർന്ന സാക്ഷാൽ കമാൻഡർ തലപതി. സിനിമയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിൽക്കുമ്പോൾ കോടികളുടെ പ്രതിഫലം വേണ്ടെന്ന് വെച്ച് സാധാരണക്കാരന്റെ ശബ്ദമാകാൻ അവൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഇതൊരു സിനിമാ കഥയല്ല. കണ്ണുകളിൽ സ്വപ്നങ്ങളുമായി വന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന നടനിൽ നിന്നും 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സകല പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി ചരിത്രം തിരുത്തിക്കുറിച്ച തമിഴക വെട്രിക്കഴകം എന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ നായകനിലേക്കുള്ള ഒരു പോരാളിയുടെ യാത്രയാണ്. മാറ്റത്തിന്റെ പുതിയ കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന തമിഴകത്തിന്റെ പുതിയ ഇതിഹാസം. തലപതി വിജയിയുടെ കഥ ഇവിടെ തുടങ്ങുകയായി. ഇന്ത്യൻ സിനിമയിൽ സിനിമകളെ മാത്രം പ്രതിനിധീകരിക്കാത്ത പേരുകളുണ്ട്. അവ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവർ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളെയും യുവാക്കളുടെ പ്രതീക്ഷകളെയും ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ഹൃദയമിടിപ്പിനെയും പ്രതിനിധീകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പേരാണ് തലപതി വിജയ്. കമാൻഡർ എന്ന അർത്ഥം വരുന്ന തലപതി എന്ന ബഹുമാന സൂചകമായ പേരിൽ അറിയപ്പെടുന്ന വിജയ് 3 പതിറ്റാണ്ടുകളിലേറെയായി തമിഴ് സിനിമയിലെ ഒരു കമാൻഡിംഗ് ശക്തിയാണ്. എന്നാൽ 2024 തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം സ്ക്രീനിൽ നിന്ന് മാറി അധികാരത്തിന്റെ വേദിയിലേക്ക് ചുവടുവെച്ചു. ഇന്ന് കണ്ണുകളിൽ സ്വപ്നങ്ങളുള്ള ഒരു ബാലതാരത്തിൽ നിന്ന് 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച സ്ഥാപകനിലേക്കുള്ള ജോസഫ് വിജയ് ചന്ദ്രശേഖരന്റെ അവിശ്വസനീയമായ യാത്രയുടെ ചരിത്രം നാം പറയുന്നു. ഇത് തലപതി വിജയുടെ കഥയാണ്. ഇത് TVKയുടെ കഥയാണ്. പിന്നെ ഇനിയും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. ഈ കഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സ്വഭാവം തന്നെയാണ്. ആദർശത്താലും ജനങ്ങളുടെ ഇച്ഛാശക്തിയാലും പാരമ്പര്യവും മാറ്റവും തമ്മിലുള്ള നിരന്തരമായ സംഘർഷത്താലും അടയാളപ്പെടുത്തപ്പെട്ട ഒരു രാഷ്ട്രീയം. 1974 ജൂൺ 22 തമിഴ്നാട്ടിൽ തിരക്കേറിയ നഗരമായ മദ്രാസിൽ സിനിമയുടെ ലോകത്ത് നേരത്തെ തന്നെ മുഴുകിയിരുന്ന ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. അവന്റെ പേരാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ പിതാവ് SA ചന്ദ്രശേഖർ ആദരണീയനും പ്രഗത്ഭനുമായ ഒരു ചലച്ചിത്ര സംവിധായകനായിരുന്നു. തന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിനും കലയോടുള്ള അർപ്പണബോധത്തിനും പേരുകെട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഒരു പ്ലേബാക്ക് സിംഗറായിരുന്നു. അവരുടെ ശബ്ദം നിരവധി തമിഴ് സിനിമകളെ അലങ്കരിച്ചു. വെള്ളിത്തിരയിൽ പറഞ്ഞ എണ്ണമറ്റ കഥകളിലേക്ക് വികാരവും ഈണവും അവർ കൊണ്ടുവന്നു. കുട്ടിക്കാലം മുതൽ തന്നെ വിജയ് സിനിമയുടെ മാന്ത്രികതയാൽ ചുറ്റപ്പെട്ടിരുന്നു. അതവൻ തിരിഞ്ഞു പോകേണ്ട ഒന്നായിരുന്നില്ല. അത് അവന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമായി തന്നെ നെയ്തെടുക്കപ്പെട്ടിരുന്നു. എങ്കിലും ജീവിതത്തിൽ സങ്കടങ്ങൾ ഇല്ലാതിരുന്നില്ല. 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ യുവ വിജയ്ക്ക് തന്റെ സഹോദരി വിദ്യയെ നഷ്ടപ്പെട്ടു. നഷ്ടവുമായുള്ള ഈ ആദ്യകാല അനുഭവം അവനിൽ ആഴത്തിലുള്ള എന്തോ ഒന്ന് രൂപപ്പെടുത്തി. മനുഷ്യന്റെ കഷ്ടപ്പാടുകളോടുള്ള അഗാധമായ സഹാനുഭൂതിയും കാരുണ്യവും. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീൻ കഥാപാത്രങ്ങളെയും പൊതുജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെയും നിർവചിച്ചു. ചെന്നൈയിൽ കോടമ്പക്കത്തുള്ള ഫാത്തിമ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിജയുടെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയും തുടർന്ന് ചെന്നൈയിലെ പ്രശസ്തമായ ലയോള കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിൽ ബിരുദം നേടാനായി ചേരുകയും ചെയ്തു. വിഷ്വൽ മീഡിയയിലുള്ള ഈ വിദ്യാഭ്യാസം സിനിമയിലെ അദ്ദേഹത്തിന്റെ ഭാവിക്ക് വിലമതിക്കാനാവാത്തതാണെന്ന് തെളിയിച്ചു. എന്നാൽ പുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും സ്പോട്ട്ലൈറ്റിനായി ജനിച്ച ഒരു ചെറുപ്പക്കാരന്റെ ആവേശത്തെ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. 1984 തന്റെ പിതാവ് സംവിധാനം ചെയ്ത വിജയം എന്നർത്ഥം വരുന്ന വെട്രി എന്ന സിനിമയിലൂടെ ഒരു ബാലതാരമായി വിജയ് അരങ്ങേറ്റം കുറിച്ചു. അതൊരു എളിയ തുടക്കമായിരുന്നു, പക്ഷേ അതൊരു ശ്രദ്ധേയമായ യാത്രയുടെ തുടക്കമായി മാറി. 1980കളിൽ അദ്ദേഹം തന്റെ പിതാവ് സംവിധാനം ചെയ്ത നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. 1984 കുടുംബം, 1985 ഞാൻ സിഗപ്പു മനിതൻ, 1986 വസന്തരാഗം, 1987 സട്ടം ഒരു വിളയാട്ട്, 1988 ഇത് എങ്കൽ നീതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
ഓരോ സിനിമയിലൂടെയും ആ കുട്ടി അഭിനയം എന്ന കല പഠിച്ചുകൊണ്ടിരുന്നു. പ്രകടനത്തിന്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കുകയും വളരെ കഠിനമായ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ ആവശ്യമായ അച്ചടക്കം ഉൾക്കൊള്ളുകയും ചെയ്തു. എന്നാൽ ഒരു ബാലതാരത്തിൽ നിന്ന് നായകനിലേക്കുള്ള യാത്ര ഒരിക്കലും സുഗമമായിരുന്നില്ല. 1992 തൻ്റെ 18-ാം വയസ്സിൽ നാളെയുടെ വിധി എന്ന് വിവർത്തനം ചെയ്യാവുന്ന നാളെയ തീർപ്പ് എന്ന സിനിമയിലൂടെ വിജയ് നായകനായി അരങ്ങേറ്റം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വിജയ് തൻ്റെ ഹൃദയവും ആത്മാവും ആ വേഷത്തിനായി സമർപ്പിച്ചു. പക്ഷെ ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയപ്പെട്ടു. അതിലും മോശമായി വിമർശകർ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. തൻ്റെ രൂപത്തിൻ്റെ പേരിലും അഭിനയത്തിൻ്റെ പേരിലും സ്ക്രീനിലെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ പേരിൽ പോലും വിജയ് കടുത്ത വിമർശനം നേരിട്ടു. ഈ ചെറുപ്പക്കാരൻ ഈ ഇൻഡസ്ട്രിക്ക് പറ്റിയ ആളല്ലെന്ന് വ്യവസായത്തിലുള്ള പലരും മന്ത്രിച്ചു. പല കുടുംബങ്ങളും ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുമായിരുന്നു. പക്ഷേ വിജയുടെ കുടുംബം അവനോടൊപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് എസ് എ ചന്ദ്രശേഖർ തന്ത്രപരമായ ഒരു തീരുമാനമെടുത്തു. 1993 പുറത്തിറങ്ങിയ സെന്തൂരപാണ്ടി എന്ന ചിത്രത്തിൽ തമിഴ് സിനിമയിലെ പ്രശസ്തനും പ്രിയങ്കരനുമായ നായകൻ വിജയകാന്തിനൊപ്പം വിജയെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. യുക്തി ലളിതമായിരുന്നു. കഷ്ടപ്പെടുന്ന ഒരു പുതുമുഖത്തെ തെളിയിക്കപ്പെട്ട ഒരു താരത്തോടൊപ്പം നിർത്തുക. അങ്ങനെ ആ വിജയത്തിന്റെ അല്പം ഇളവ് അവനിലേക്കും കിട്ടട്ടെ. അതൊരു ചൂതാട്ടമായിരുന്നു. പക്ഷെ അത് ഫലം കണ്ടു. സെന്തൂരപാണ്ടി ഹിറ്റായി മാറി. പെട്ടെന്ന് വിജയ് വെറും ഒരു സംവിധായകന്റെ മകൻ മാത്രമല്ല, സ്വന്തമായി മാർക്കറ്റുള്ള ഒരു നടനാണെന്ന് കണ്ടെത്തി. അടുത്ത വർഷം 1994 ആരാധകർ എന്നർത്ഥം വരുന്ന രസികൻ എന്ന സിനിമയിൽ വിജയ് അഭിനയിച്ചു. ഈ ചിത്രം തിയേറ്ററുകളിൽ 175 ദിവസത്തിലധികം ഓടി. ആ കാലത്തെ ഒരു വലിയ നേട്ടമാണിത്. യുവനടന്റെ വളരുന്ന സ്വാധീനത്തിന്റെ തെളിവ്. 1995 അദ്ദേഹം ദേവയിൽ അഭിനയിച്ചു. അതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമായിരുന്നു. വിജയ് ഉയർച്ചയിലായിരുന്നു. എങ്കിലും വഴിത്തിരിവായത് 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകെ എന്ന ചിത്രമാണ്. അതിൻ്റെ അർത്ഥം നിനക്കായി പൂവേ എന്നാണ്. മതപരമായ വേർതിരിവുകളെ മറികടക്കുന്ന പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമയായിരുന്നു ആ സിനിമ. വർഗീയ സംഘർഷങ്ങളോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ ആഴത്തിൽ പ്രതിധ്വനിച്ച പ്രമേയം. വിജയുടെ പ്രകടനം കേവലം അഭിനന്ദിക്കപ്പെടുക മാത്രമല്ല, അത് ഘോഷിക്കപ്പെടുകയും ചെയ്തു. വിമർശകരും പ്രേക്ഷകരും ഒരുപോലെ യുവനടനിൽ എന്തോ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞു. സമകാലികരായ നടന്മാരിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ടു നിർത്തിയ ഒരു ആത്മാർത്ഥത, ഒരു നിഷ്കളങ്കത, ഒപ്പം വൈകാരികമായ ഒരു ആഴം. 1990കളുടെ അവസാനത്തിലും 2000ങ്ങളുടെ തുടക്കത്തിലും വിജയ് തൻ്റെ സാന്നിധ്യം വീണ്ടും ഉറപ്പിച്ചു. 1997 അദ്ദേഹം ലവ് ടുഡേ, കാതൽക്ക് മര്യാദ എന്നിവയിൽ അഭിനയിച്ചു. രണ്ടും പ്രേക്ഷകരുമായി വൈകാരിക തലങ്ങളിൽ കണക്ട് ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കാണിക്കുന്ന റൊമാൻറ്റിക് സിനിമകളായിരുന്നു. 1999 തുള്ളാതെ മനമും തുള്ളും, 2000 ഖുഷി എന്നിവ ഒരു റൊമാൻറ്റിക് നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. പ്രത്യേകിച്ച് ഖുഷി ഒരു വലിയ വിജയമായിരുന്നു. കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്ന യുവാവിൻ്റെ കഥയാണ് അത് പറഞ്ഞത്. എന്നാൽ പ്രണയത്തിനപ്പുറം വേറെ ചില കാര്യങ്ങൾക്കായിരുന്നു വിജയ് നിയോഗിക്കപ്പെട്ടത്. 2003 തൻ്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായ തിരുമലൈ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ സിനിമയിൽ തന്നെ ഇല്ലാതാക്കാൻ ഗുണ്ടകളെ ഏൽപ്പിച്ച ഒരു പിതാവിൻ്റെ മകളുമായി പ്രണയത്തിലാകുന്ന ഒരു മെക്കാനിക്കിൻ്റെ വേഷമാണ് അദ്ദേഹം ചെയ്തത്. അത് റൊമാൻറ്റിക് ഹീറോ എന്ന ലേബൽ മാറ്റി നിർത്തി കൂടുതൽ പരുക്കനും തീവ്രവുമായ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളേണ്ട ഒരു വേഷമായിരുന്നു. വിജയ് ആ വെല്ലുവിളി ഏറ്റെടുത്തു. പ്രേക്ഷകർ മനം മയങ്ങി. തിരുമലൈ റൊമാൻറ്റിക് യുവനായകനിൽ നിന്ന് ഒരു ആക്ഷൻ താരത്തിലേക്കും ഇളയ തലപതി അഥവാ യുവ കമാൻഡറിൽ നിന്ന് ക്രമേണ അദ്ദേഹത്തെ തലപതി എന്നറിയപ്പെടാൻ പോകുന്ന വഴിയിലേക്കുള്ള മാറ്റം കുറിച്ചു. 2004 എസ് ധരണി സംവിധാനം ചെയ്ത ഗില്ലി പുറത്തിറങ്ങി. തൃഷയും പ്രകാശ് രാജും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു. ഗില്ലി വിജയ്ക്ക് മാത്രമല്ല, തമിഴ് സിനിമയ്ക്കും ഒരു വഴിത്തിരിവായിരുന്നു. സിനിമ വലിയ വാണിജ്യ വിജയമായിരുന്നു. അവിടുത്തെ ബോക്സ് ഓഫീസിൽ മാത്രം 500 ദശലക്ഷം രൂപയിലധികം കളക്ഷൻ നേടിയ ആദ്യ തമിഴ് ചിത്രമായി ഇത് മാറി. ആദ്യ ആഴ്ചയിൽ ഒരു തമിഴ് സിനിമ കാണാനെത്തിയ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന റെക്കോർഡും ഇത് തകർത്തു. ഗില്ലിയോടെ വിജയ് തൻ്റെ വരവറിയിച്ചു. അദ്ദേഹം വെറും ഒരു മുൻനിര നടൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രതിഭാസമായിരുന്നു. അടുത്ത ഒരു ദശാബ്ദകാലം വിജയ് ഒന്നിനു പുറകെ ഒന്നായി ബ്ലോക്ക് ബസ്റ്ററുകൾ നൽകി. 2012 തുപ്പാക്കി അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു ആക്ഷൻ ഹീറോയായി സ്ഥാപിച്ചു. ചിത്രം എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടിയ തമിഴ് ചിത്രങ്ങളിൽ ഒന്നായി മാറി. 2014 കത്തി സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വേഷം ഏറ്റെടുക്കുന്നതായി കണ്ടു. കോർപ്പറേറ്റ് അഴിമതികൾക്കും പാരിസ്ഥിതിക നാശത്തിനുമെതിരെ പോരാടുന്ന ഒരു മനുഷ്യൻ്റെ കഥ. ഈ സിനിമ വിജയുടെ അഭിനയത്തിൻ്റെ മറ്റൊരു തലം വെളിപ്പെടുത്തി. തൻ്റെ പ്രകടനങ്ങളിൽ സാമൂഹിക ബോധം ഉൾപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. 2017 വിജയ് മർസൽ എന്ന ചിത്രം നൽകി. അത് വാണിജ്യപരമായും നിരൂപകരുടെ ഇടയിലും വിജയം നേടി. മെഡിക്കൽ തട്ടിപ്പും കോർപ്പറേറ്റ് അഴിമതിയും ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് മർസൽ പറഞ്ഞത്.
സിനിമയുടെ റിലീസ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് വിവിധ പാർട്ടികൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരു പ്രസ് മീറ്റിനിടെ ഈ അഭിപ്രായങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നീട് പ്രവചനപരമാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു പ്രസ്താവന വിജയ് നടത്തി. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഭരണത്തിൻ്റെയും ധാർമ്മികതയുടെയും പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ആദ്യമായി പലരും വിജയിൽ കേവലം ഒരു നടനെയല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ശബ്ദത്തെ കാണാൻ തുടങ്ങി. 2019 പുറത്തിറങ്ങിയ ബിഗിൽ ഈ പ്രവണത തുടർന്നു. ബിഗിലിൽ മരിച്ച പിതാവിൻ്റെ ക്രൈം സാമ്രാജ്യം ഏറ്റെടുക്കാൻ ഫുട്ബോൾ കളിക്കാരൻ എന്ന കരിയർ ഉപേക്ഷിക്കുകയും പിന്നീട് ഒരു വനിതാ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായി രണ്ടാമതൊരു അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായി വിജയ് അഭിനയിച്ചു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ശക്തമായ ഒരു സാമൂഹിക സന്ദേശം ഈ ചിത്രത്തിലുണ്ടായിരുന്നു. 2021 മാസ്റ്റർ ഒരു ബുദ്ധിമാനായ പ്രതിനായകനുമായുള്ള എലിയും പൂച്ചയും കളിയിൽ വിജയ് പ്രദർശിപ്പിച്ചു. വിനോദവും ദാർശനികമായ ആഴവും ഒരുപോലെ നൽകി. 2022 ബീസ്റ്റ്, 2023 വാരിസ് എന്ന തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ എന്ന അദ്ദേഹത്തിൻ്റെ പദവി കൂടുതൽ ഉറപ്പിച്ചു. 2023 വിജയ് ലിയോ എന്ന ചിത്രം ചെയ്തു. അതിൽ ഒരു ക്രിമിനൽ ഭൂതകാലം രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു സാധാരണ കഫേ ഉടമയായി അദ്ദേഹം അഭിനയിച്ചു. ലിയോ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. കൂടാതെ എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടിയ 25 സിനിമകളുടെയും പട്ടികയിൽ ഇടം നേടി. 2024 ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പുറത്തിറങ്ങി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 69ാമത്തെ ചിത്രമായ ജനനായകൻ വളരെ പ്രശ്നങ്ങൾ നേരിട്ട് ഇപ്പോൾ റിലീസാകുവാനിരിക്കുകയാണ്. അതിനർത്ഥം ജനങ്ങളുടെ നായകൻ എന്നാണ്. രാഷ്ട്രീയത്തിലേക്കുള്ള ഔദ്യോഗികമായ പ്രവേശനത്തിന് മുമ്പ് ഒരു നായകനെ അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. 2024 ആയപ്പോഴേക്കും വിജയെ തേടി നിരവധി അംഗീകാരങ്ങൾ എത്തിയിരുന്നു. 1998 തൻ്റെ പ്രധാന അഭിനയ ജീവിതത്തിൻ്റെ വെറും 6 വർഷങ്ങൾക്ക് ശേഷം കലയ്ക്കും സംസ്കാരത്തിനുമുള്ള സംഭാവനകൾക്ക് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 2007 ചലച്ചിത്ര മേഖലയ്ക്കും സാമൂഹിക ക്ഷേമത്തിനുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് MGR യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി. അദ്ദേഹം നിരവധി തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ അവാർഡുകൾ തുടങ്ങിയ എണ്ണമറ്റ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോബ്സ് ഇന്ത്യയുടെ 100 സെലിബ്രിറ്റി പട്ടികയിൽ അദ്ദേഹം പലതവണ ഇടം പിടിച്ചിട്ടുണ്ട്. നായകനെന്ന നിലയിൽ 69-ലധികം ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ട്. കൂടാതെ ബോക്സ് ഓഫീസിൽ 100 കോടി കടന്ന നിരവധി ചിത്രങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ അംഗീകാരങ്ങൾക്കും അപ്പുറം, പണത്തിനുമപ്പുറം, തമിഴ്നാടിനും അപ്പുറത്ത് ലോകമെമ്പാടുമുള്ള തമിഴ് സംസാരിക്കുന്ന സമൂഹങ്ങളിലേക്ക് വ്യാപിച്ച പ്രശസ്തിക്കുമപ്പുറം സിനിമയേക്കാൾ വലിയ ഒന്നിലേക്ക് താൻ ആകർഷിക്കപ്പെടുന്നതായി വിജയ് കണ്ടെത്തി. ജനങ്ങളെ സേവിക്കാനുള്ള അവസരം, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സാധാരണ പൗരന്മാരുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റം വരുത്താൻ. വിജയുടെ രാഷ്ട്രീയ താല്പര്യം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. അത് പതുക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മണ്ണിൽ നിന്ന് ഒരു ചെടി പോലെ അത് വളർന്നു വന്നു. 2019 ഫെബ്രുവരിയിൽ വിവേചനപരവും ഭിന്നിപ്പിക്കുന്നതുമാണെന്ന് പലരും കരുതിയ പൗരത്വ ഭേദഗതി നിയമം ദേശീയ തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് പരസ്യമായി അപലപിച്ച പ്രമുഖരിൽ ഒരാളായിരുന്നു വിജയ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വിവാദപരമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് പ്രേക്ഷകരെ അകറ്റാനും ബഹിഷ്കരണങ്ങൾ നേരിടാനും ശക്തരായ രാഷ്ട്രീയക്കാരുടെ കോപം വിളിച്ചു വരുത്തുവാനും കാരണമായേക്കാം. എന്നിട്ടും വിജയ് തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഔപചാരികമായ പ്രവേശനത്തിന് മുമ്പ് തന്നെ വിജയ് തൻ്റെ ഫാൻ ക്ലബ്ബുകൾ സംഘടിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിലുടനീളം ഏകദേശം 85,000 എണ്ണമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അസോസിയേഷൻ. 2009 വിജയുടെ ജനകീയ പ്രസ്ഥാനം എന്നർത്ഥം വരുന്ന വിജയ് മക്കൾ ഇയക്കം എന്ന കുടക്കീഴിൽ അദ്ദേഹം ഇത് ഔദ്യോഗികമായി രൂപീകരിച്ചു. ഈ സംഘടന 2011 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AIADMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ പിന്തുണച്ചു. തനിക്ക് രാഷ്ട്രീയ ഇടപെടലിനോട് വിരോധമില്ലെന്നും മറിച്ച് തൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടെന്ന് വിജയ് കാണിച്ചു തന്നു. കാലം കടന്നു പോകുന്തോറും വിജയുടെ രാഷ്ട്രീയ ബോധം ആഴമേറിയതായി മാറി. തൻ്റെ സിനിമകളിലൂടെ, പ്രത്യേകിച്ച് 2010 മുതലുള്ള സിനിമകളിലൂടെ അദ്ദേഹം സാമൂഹിക വിഷയങ്ങൾ കൂടുതൽ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. തീവ്രവാദത്തിനും അഴിമതിക്കുമെതിരെ പോരാടുന്ന ഒരു യുവ സൈനിക ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ളതായിരുന്നു തുപ്പാക്കി. കത്തി പാരിസ്ഥിതിക നാശവും കോർപ്പറേറ്റ് അത്യാഗ്രഹവും കൈകാര്യം ചെയ്തു. മെർസൽ മെഡിക്കൽ രംഗത്തെ അഴിമതി തുറന്നുകാട്ടി. ഇവ വെറും വിനോദ ഉപാധികൾ മാത്രമായിരുന്നില്ല. സാമൂഹിക പ്രശ്നങ്ങളോടുള്ള വിജയുടെ വർദ്ധിച്ചു വരുന്ന ഉത്കണ്ഠയുടെ കലാപരമായ ആവിഷ്കാരങ്ങളായിരുന്നു അവ. 2021 തമിഴ്നാട്ടിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം മത്സരിച്ചു. ഫലങ്ങൾ അമ്പരിപ്പിക്കുന്നതായിരുന്നു. മത്സരിച്ച 169 സീറ്റുകളിൽ 115ലും സംഘടന വിജയിച്ചു. 68% വിജയനിരക്ക്. ഇതൊരു നിർണായകമായ കാര്യം തെളിയിച്ചു. വിജയുടെ ജനപ്രീതി സിനിമാ ഹാളുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, അത് താഴെത്തട്ടിലേക്ക് വ്യാപിച്ചു. വിജയുടെ സംഘടന പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാധീനം
വിനോദത്തിൻ്റെ അതിരുകൾ കടന്ന് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ബോധത്തിലെ ആഴത്തിലുള്ള എന്തോ ഒന്നിനെ സ്പർശിച്ചു എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. 2023-ലും 2024-ലും വിജയ് കൂടുതൽ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്താൻ തുടങ്ങി. നിലവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയങ്ങളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും കുടുംബവാഴ്ചയുടെ കൈകളിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും യഥാർത്ഥ മാറ്റത്തിന് ആവശ്യകതയെക്കുറിച്ചും ഒക്കെ പുള്ളി സംസാരിച്ചു. 2024 ജൂണിൽ നടന്ന ഒരു പബ്ലിക് പരിപാടിയിൽ ഭരണകക്ഷിയായ DMKയെയും പ്രതിപക്ഷമായ AIADMKയെയും വിമർശിച്ചുകൊണ്ട് വിജയ് ഒരു പ്രധാന പ്രസംഗം നടത്തി. ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ കുടുംബഭരണം നിലനിർത്തുന്നതാണ് രണ്ട് പാർട്ടികൾക്കും കൂടുതൽ താല്പര്യമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര കേന്ദ്രീകരണ പ്രവണതകളെക്കുറിച്ചും ബഹുസ്വര മൂല്യങ്ങളോടുള്ള അവരുടെ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ആ പ്രസംഗം വെറുമൊരു വിമർശനം മാത്രമായിരുന്നില്ല, അതൊരു ദീർഘവീക്ഷണമുള്ള ഒന്നായിരുന്നു. സമത്വം, സുതാര്യത, ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ സേവനം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞു. 2024 ഫെബ്രുവരി 2-ന് തമിഴ്നാടിനെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ദളപതി വിജയ് ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുകയായിരുന്നു. തമിഴക വെട്രിക്കഴകം, തമിഴകത്തിൻ്റെ വിജയ പാർട്ടി എന്നാണ് ഇതിന് അർത്ഥം. തമിഴകം എന്നത് പുരാതന തമിഴ് സംസ്കാരത്തെയും ഇന്നത്തെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും ചില ഭാഗങ്ങൾ, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പേര് തിരഞ്ഞെടുക്കുന്നതിലൂടെ വിജയ് തൻ്റെ രാഷ്ട്രീയ നീക്കത്തെ തമിഴ് സംസ്കാരത്തിൻ്റെ നീണ്ട ചരിത്രവുമായും തമിഴ് ജനതയുടെ ആഗ്രഹങ്ങളുമായും ബന്ധിപ്പിക്കുകയായിരുന്നു. ചെന്നൈയിലെ പനയൂരിലാണ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചത്. പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റായി വിജയ് മാറുകയും ചെയ്തു. TVKയുടെ രൂപീകരണം പെട്ടെന്നുണ്ടായ ഒരു തോന്നലായിരുന്നില്ല, മറിച്ച് മാസങ്ങൾ നീണ്ട ചിന്തകളുടെയും പ്ലാനിങ്ങിൻ്റെയും ഫലമായിരുന്നു. വിജയ് മക്കൾ ഇയക്കത്തിലൂടെ അദ്ദേഹം ഇതിൻ്റെ സംഘടനാ ഘടന പടുത്തുയർത്തുകയായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് അദ്ദേഹം ഔദ്യോഗിക രൂപം നൽകി. പാർട്ടി രൂപീകരിച്ചതിന് വെറും 9 മാസങ്ങൾക്ക് ശേഷം 2024 നവംബറിൽ TVK ഒരു വലിയ സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിൽ വിജയ് തൻ്റെ പ്രത്യയശാസ്ത്ര നിലപാട് വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞു. വലതുപക്ഷ രാഷ്ട്രീയവും ഹിന്ദു ദേശീയത അജണ്ടയും കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ അദ്ദേഹം തൻ്റെ പ്രത്യയശാസ്ത്ര എതിരാളി എന്ന് വിളിച്ചു. ഇത് തമിഴ് സംസ്കാരത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വര പാരമ്പര്യങ്ങൾക്ക് എതിരാണെന്നാണ് വിജയ് കണ്ടത്. അഴിമതിയും കുടുംബവാഴ്ചയും ചൂണ്ടിക്കാട്ടി ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ അദ്ദേഹം രാഷ്ട്രീയ എതിരാളി എന്നും വിളിച്ചു. വർഷങ്ങളായി അദ്ദേഹം വിമർശിച്ചു കൊണ്ടിരുന്ന അതേ പ്രശ്നങ്ങൾ. ഈ സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പല കാര്യങ്ങളിലും വിമർശിച്ചുകൊണ്ട് പാർട്ടി 26 പ്രമേയങ്ങൾ പാസാക്കി. ഏറ്റവും പ്രധാനമായി യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിൽ TVK കാണിച്ച ശ്രദ്ധ 2026 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ DMK, AIADMK പോലുള്ള പരമ്പരാഗത പാർട്ടികളെ പ്രേരിപ്പിച്ചു. TVKയുടെ രൂപീകരണം തന്നെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ചിരുന്നു. 2025 ഫെബ്രുവരി 13-ന് 70,000-ലധികം ബൂത്ത് ഏജന്റുമാരായി, അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരെ സംഘടിപ്പിക്കുന്ന ഏറ്റവും ബേസ് ലെവലിലുള്ള പ്രവർത്തകരെ നിയമിക്കാൻ ലക്ഷ്യമിട്ട് വലിയൊരു അംഗത്വ ക്യാമ്പയിൻ TVK പ്രഖ്യാപിച്ചു. 2026 സംസ്ഥാന തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായി പാർട്ടിയുടെ ആന്തരിക ഘടന പുനഃസംഘടിപ്പിക്കുന്ന കാര്യവും അവർ പ്രഖ്യാപിച്ചു. ഇതൊരു ഗൗരവമേറിയ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. പുതിയൊരു വെല്ലുവിളി തേടിയിറങ്ങിയ ഒരു സിനിമാ താരത്തിന്റെ വെറും ഒരു ഷോ ഓഫ് പ്രൊജക്റ്റ് ആയിരുന്നില്ല ഇതൊരു സമഗ്രമായ രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. 2026 മാർച്ച് 7-ന് ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്ത് TVK അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പരിപാടിയിൽ വെച്ച് ജനങ്ങൾക്കായുള്ള പാർട്ടിയുടെ ആദ്യത്തെ വാഗ്ദാനങ്ങൾ വിജയ് പുറത്തിറക്കി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തമിഴ് രാഷ്ട്രീയത്തിൽ കാലങ്ങളായി അവഗണിക്കപ്പെട്ടിരുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമായും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു അവ. സ്ത്രീകൾക്കുള്ള പ്രതിമാസ ധനസഹായം, സൗജന്യ LPG സിലിണ്ടറുകൾ, സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വധുക്കൾക്ക് 1 പവൻ സ്വർണവും പട്ടുസാരിയും, നവജാത ശിശുക്കൾക്ക് സ്വർണ്ണമോതിരവും വെൽക്കം കിറ്റും, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം, സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സുരക്ഷാ ടീമുകൾ എന്നിവ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 തിരഞ്ഞെടുപ്പിലേക്കുള്ള വഴി വെല്ലുവിളികൾ ഇല്ലാത്തതായിരുന്നില്ല. 2025 സെപ്റ്റംബറിൽ കരൂരിൻ്റെ പ്രാന്തപ്രദേശത്ത് വിജയ് നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ദാരുണമായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിജയുടെ വ്യക്തിത്വത്തെയും ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും പരീക്ഷിച്ച ഭയാനകമായ ദുരന്തമായിരുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങളോട് ആഘാതമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വിജയ് ഉടനടി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ദശലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും താൻ വ്യക്തിപരമായി നഷ്ടപരിഹാരം നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2025 ഒക്ടോബറിൽ ഇരകളുടെ കുടുംബങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ വിജയ് മാമല്ലപുരം സന്ദർശിച്ചു. ഈ സംഭവം നിരവധി കേസുകൾക്കും
പിന്നീട് എന്താണ് സംഭവിച്ചെന്നതിനെക്കുറിച്ചുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിനും വഴിതെളിച്ചു. ജനസ്വാതന്ത്ര്യം കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ദുരന്തം. എന്നിട്ടും വിജയ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. പകരം ജനങ്ങളെ സേവിക്കുവാനും അവരുടെ ജീവിതത്തിന് അർത്ഥവും വിലയുമുണ്ടെന്ന് ഉറപ്പാക്കാനുമുള്ള തൻ്റെ പ്രതിബദ്ധത അദ്ദേഹം പുതുക്കി. വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, സ്വാഭാവികമായും തെറ്റുകൾ വരുത്തുന്ന ഒരു പാർട്ടിയുടെ വളർച്ചാഘട്ടത്തിലെ പ്രശ്നങ്ങളായിരുന്നു ഇതൊക്കെ. എന്നാൽ 2026 മാർച്ച് 18 വിജയ് ഒരു നിർണായക പ്രഖ്യാപനം നടത്തി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 234 സീറ്റുകളിലും TVK ഒറ്റയ്ക്ക് മത്സരിക്കും. മറ്റൊരു പാർട്ടിയുമായും TVK തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യമുണ്ടാക്കില്ല എന്നതായിരുന്നു ഈ തീരുമാനത്തിൻ്റെ അർത്ഥം. ഇതൊരു ധീരമായ നീക്കമായിരുന്നു. സ്വന്തം കഴിവ് വെച്ച് വിജയിക്കാനാകുമെന്ന പാർട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. 2026 മാർച്ച് 29 പാർട്ടി എല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തൻ്റെ സമഗ്രമായ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്തു. ചെന്നൈയിലെ വ്യാവസായിക തൊഴിലാളി വർഗ മേഖലകൾ ഉൾപ്പെടുന്ന ചരിത്രപ്രധാനമായ പെരമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ വിജയ് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2026 ഏപ്രിൽ 23 തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടന്നു. സംസ്ഥാനത്ത് 85%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടർമാരുടെ വലിയ താൽപ്പര്യത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും സൂചനയായിരുന്നു ഇത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും വോട്ടെടുപ്പ് വളരെ സുഗമമായി നടന്നു. 2026 മെയ് 4 വോട്ടെണ്ണൽ നടന്നപ്പോൾ ഫലങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. തുടക്കത്തിലെ ട്രെൻഡുകൾ അസാധാരണമായ ചിലതാണ് കാണിച്ചത്. വിജയുടെ തമിഴക വെട്രിക്കഴകം അവരുടെ ആദ്യത്തെ മത്സരത്തിൽ, അവരുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ മറ്റു പാർട്ടികളെല്ലാം പിന്തള്ളി മുന്നേറുകയായിരുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കും തോറും TVKയുടെ ലീഡ് കൂടിക്കൊണ്ടിരുന്നു. TVKയുടെ ലീഡ് 105 സീറ്റുകളിലേക്കും അതിന് മുകളിലേക്കും ഉയർന്നു. ചെന്നൈയിലെ TVK ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തകരും അനുഭാവികളും ആഘോഷത്തിന്റെ ഭാഗമായി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിൽ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് TVK സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരുന്നത്. ചെന്നൈ പോലുള്ള നഗരങ്ങൾ മുതൽ ഗ്രാമീണ മണ്ഡലങ്ങൾ വരെ TVK വിജയിച്ചുകൊണ്ടിരുന്നു. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വ്യാപ്തി അത്ര വലുതായിരുന്നു. 2 വർഷം പോലും തികയാത്ത ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി സീറ്റുകൾ നേടുക മാത്രമല്ല ചെയ്തത്, സംസ്ഥാന നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവർ ഉയർന്നു വരികയായിരുന്നു. രാഷ്ട്രീയത്തിൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ കണക്കാക്കുകയും അവർക്കാണ് സർക്കാർ രൂപീകരിക്കാനുള്ള ആദ്യ അവകാശവുമുള്ളത്. തങ്ങളുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ TVK ഇത് നേടുകയായിരുന്നു. പഴയ രീതികളെല്ലാം തകർക്കപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷം തമിഴ്നാട് ഭരിച്ച DMK വൻ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. നേരത്തെ DMKയ്ക്കൊപ്പം മാറി മാറി ഭരിച്ചിരുന്ന AIADMK 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടായിട്ടും BJP തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്നുമാകാതെ നിന്നു. മെയ് 4 വൈകുന്നേരത്തോടെ അന്തിമ കണക്കുകൾ വന്നപ്പോൾ TVK അതിഗംഭീര വിജയം നേടിയെന്ന് വ്യക്തമായി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന പദവി ഏറെക്കുറെ ഉറപ്പായി. ന്യൂസ് ചാനലുകൾ സ്പെഷ്യൽ കവറേജ് നൽകി. സോഷ്യൽ മീഡിയയിൽ ആഘോഷങ്ങളും ചർച്ചകളും പൊട്ടിത്തെറിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകർ പാടുവിട്ടു. എത്ര ജനപ്രിയനാണെങ്കിലും ഒരു നടൻ സ്ഥാപിച്ച പുതിയൊരു പാർട്ടിക്ക് എങ്ങനെ ഇത്രയധികം വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനായി? പതിറ്റാണ്ടുകളുടെ സംഘടനാ മികവും ചരിത്രവുമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവർക്ക് എങ്ങനെ തോൽപ്പിക്കാനായി? TVKയുടെ വിജയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ തമിഴ്നാടിനും ഇന്ത്യക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ രാഷ്ട്രീയപരമായി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. ജനാധിപത്യ പങ്കാളിത്തത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നീണ്ട പാരമ്പര്യം ഇവർക്കുണ്ട്. സവർണ മേധാവിത്വത്തിനെതിരെ പോരാടുകയും സാമൂഹിക സമത്വവും തമിഴ് ഭാഷയും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ദ്രാവിഡ പ്രസ്ഥാനമാണ് ഈ സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി തമിഴ്നാട് രാഷ്ട്രീയം DMKയും AIADMKയും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. 2 പാർട്ടികളും തങ്ങൾ ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇവ രണ്ടും കുടുംബഭരണത്തിൻ്റെയും അഴിമതിയുടെയും കൂടാരങ്ങളായി മാറിയെന്ന് വിമർശകർ വാദിച്ചു. DMK സ്റ്റാലിൻ കുടുംബത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നു, AIADMK എടപ്പാടി പളനിസ്വാമി പക്ഷത്തിൻ്റെയും. അതേസമയം ദ്രാവിഡ പാർട്ടികളെ മാറ്റി സംസ്ഥാനത്തെ ഹിന്ദു ദേശീയ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് BJP തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. TVKയുടെ വിജയം ഈ ഓപ്ഷനുകളെയെല്ലാം തള്ളിക്കളയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിനും യഥാർത്ഥ മാറ്റത്തിനും കുടുംബ പാരമ്പര്യത്തിലല്ല മറിച്ച് യോഗ്യതയിലും തത്വങ്ങളിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിലുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെയാണ് ഇത് കാണിക്കുന്നത്. തൻ്റെ പ്രചാരണത്തിലുടനീളം വിജയുടെ വാദം ലളിതമായിരുന്നു. നിലവിലുള്ള പാർട്ടികൾ തമിഴ്നാടിനെ പരാജയപ്പെടുത്തി. അവർ അഴിമതി നിലനിർത്തി. അസമത്വം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും നൽകുന്നതിൽ പരാജയപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുപോലെ സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നതിലും പരാജയപ്പെട്ടു. കൂടുതൽ പ്രധാനമായി
വേരുറച്ച അധികാര സംഘടനകളെ തകർക്കാൻ പുതിയ രാഷ്ട്രീയ ശക്തികൾക്കുള്ള കരുത്താണ് TVKയുടെ വിജയം കാണിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ വോട്ടർമാർക്കിടയിൽ പലപ്പോഴും ഒരു നിസ്സഹായതയുണ്ട്. മുൻനിരക്കാർക്ക് അനുകൂലമായാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്നും മാറ്റം അസാധ്യമാണെന്നുമുള്ള ഒരു തോന്നൽ. ഇത് എപ്പോഴും സത്യമല്ലെന്നതിന്റെ ശക്തമായ ഒരു പ്രസ്താവനയാണ് TVKയുടെ വിജയം. വെറും 2 വർഷം പഴക്കമുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആർക്കും പരിചയമില്ലാത്ത ഒരാൾ നയിക്കുന്ന പുതിയൊരു പാർട്ടിക്ക് 72 ദശലക്ഷം ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് വിജയിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവും തുറന്ന സമീപനവും ഈ സിസ്റ്റത്തിനുണ്ട്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലും ഈ വിജയം സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ വലിയ സിനിമാ താരമൊന്നുമല്ല വിജയ്. ഇന്ത്യയെ ഒട്ടാകെ പല നടന്മാരും രാഷ്ട്രീയ രംഗത്തേക്ക് ചാടിയിട്ടുണ്ട്. വിജയ്ക്കൊപ്പം തന്നെ പലപ്പോഴും പറയുന്ന പേരാണ് രജനീകാന്ത്, അതുപോലെ തന്നെ കമൽഹാസൻ. അവർ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളിൽ ശരിയായ സന്ദേശത്തോടെയും ജനസേവനത്തോടുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടെയും ഒരു സിനിമാ താരത്തിന് തൻ്റെ ജനപ്രീതി രാഷ്ട്രീയ അധികാരമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് വിജയുടെ വിജയം വ്യക്തമാക്കുന്നത്. ഇത് വിജയ് ഒരു നടനായതുകൊണ്ട് മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ കഴിയാത്ത ഒന്ന് വിജയ്ക്ക് നൽകാൻ കഴിയുമെന്നതുകൊണ്ടാണ്. സാധാരണക്കാരുടെ ആഗ്രഹങ്ങളിലും ആശങ്കകളിലും അധിഷ്ഠിതമായ യഥാർത്ഥ മാറ്റത്തിൻ്റെ ഒരു വാഗ്ദാനം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം എന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം. സംഗീത സ്വർണ്ണലിംഗത്തെയാണ് വിജയ് വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ഇവർ ഒന്നിച്ചാണ്. എന്നാൽ വിവാഹേതര ബന്ധങ്ങൾ ആരോപിച്ച് സംഗീത വിവാഹമോചനത്തിന് കേസ് കൊടുത്തതായി ഈ അടുത്തുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വിജയുടെ പബ്ലിക് ഇമേജിൽ കുറച്ച് സങ്കീർണതകൾ ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിക്ക് വേണ്ടി അദ്ദേഹം പ്രചാരണം നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നുപോവുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും വിജയ് തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സാഹചര്യങ്ങൾ രാഷ്ട്രീയ യാത്രയെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം. നേതാക്കളുടെ ജീവിതത്തിൽ പൊതുജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും പോരാട്ടങ്ങൾ പലപ്പോഴും കൂട്ടിമുട്ടാറുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ലഭിച്ച ജനവിധിയിൽ ശ്രദ്ധ നിലനിർത്താൻ ആ നേതാവിന് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. സിനിമയിലെ അദ്ദേഹത്തിന്റെ ആദ്യകാല കരിയർ രൂപപ്പെടുത്തിയ വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ ഇപ്പോൾ തന്റെ മകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായ മനുഷ്യനാണ്. തന്റെ ശബ്ദത്തിലൂടെ തമിഴ് സിനിമയ്ക്ക് സംഗീതം പകർന്ന അദ്ദേഹത്തിന്റെ അമ്മ ശോഭ ചന്ദ്രശേഖറും ഈ അത്ഭുതകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ വിശ്വസിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിച്ച, ആദ്യകാല പരാജയങ്ങളിൽ അദ്ദേഹത്തിന് വഴികാട്ടിയ, അദ്ദേഹത്തിന്റെ വിജയങ്ങൾ ആഘോഷിച്ച, വിജയെ ഇന്നത്തെ നിലയിൽ രൂപപ്പെടുത്തിയ വ്യക്തികളാണവർ. തമിഴ്നാട്ടിൽ TVK സർക്കാർ ഉണ്ടാകുമ്പോൾ തുടക്കത്തിലെ ട്രെൻഡുകൾ തന്നെ അന്തിമ കണക്കുകളും ശരിവെക്കുമെന്ന് കരുതിയാൽ വിജയ് തികച്ചും പുതിയൊരു കൂട്ടം വെല്ലുവിളികളാണ് നേരിടുന്നത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഒരു കാര്യമാണ്, ഭരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ വേറൊരു കാര്യവും. പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതായിരിക്കും വിജയുടെ രാഷ്ട്രീയ പ്രൊജക്ടിന്റെ യഥാർത്ഥ പരീക്ഷണം. TVKയുടെ പ്രകടന പത്രിക വലിയ ലക്ഷ്യങ്ങളുള്ളതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പുറത്തിറക്കിയ സ്ത്രീകൾക്കായുള്ള വാഗ്ദാനങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാർട്ടി ഉറപ്പു നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, കൃഷി, തൊഴിലാളികളുടെ അവകാശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിങ്ങനെ പലതും. സംസ്ഥാന ബജറ്റുകളുടെ പരിമിതികൾ, ഉദ്യോഗസ്ഥ തല വെല്ലുവിളികൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നിവയ്ക്കുള്ളിൽ നിന്ന് ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കേവലം രാഷ്ട്രീയ ഇച്ഛാശക്തി മാത്രമല്ല, ഭരണപരമായ കഴിവും തന്ത്രപരമായ ബുദ്ധിയും കൂടി വേണ്ടിവരും. വിജയ് വലിയ എതിർപ്പുകളും നേരിടേണ്ടി വരും. പരാജയപ്പെട്ടെങ്കിലും തകരാത്ത DMK അദ്ദേഹത്തിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രവർത്തിക്കും. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ADMKയും ശ്രമിച്ചെന്ന് വരാം. തങ്ങൾ പിന്തുണയ്ക്കാത്ത ഒരു സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കാൻ BJP ശ്രമിച്ചേക്കാം. വിജയുടെ ജനപ്രീതി കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് പലപ്പോഴും TVKയ്ക്ക് അനുകൂലമായി നിന്നിരുന്ന മാധ്യമങ്ങൾ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിമർശനാത്മകമായേക്കാം. സിവിൽ സൊസൈറ്റി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സർക്കാരിനെ അവർ നൽകിയ വാഗ്ദാനങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യുന്നു വരാം. TVKയുടെ ആന്തരികമായ കെട്ടുറപ്പിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട്. ഇത് വെറും വിജയുടെ വ്യക്തിപരമായ ഒരു സംഘടന മാത്രമാണ്. വിജയ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ശക്തമായ സംഘടനാ ഘടന പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഭരണത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കുന്ന മികച്ച ഭരണാധികാരികളെയും നയരൂപീകരണ വിദഗ്ധരെയും ആകർഷിക്കാൻ ഇതിന് കഴിയുമോ? ഒരു പ്രചാരണ സംഘടനയിൽ നിന്ന് ഭരണകക്ഷിയായി TVK മാറുമ്പോൾ വരുന്ന വർഷങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. അതുകൂടാതെ TVKയുടെ വിജയത്തിന് ദേശീയ തലത്തിലുള്ള വലിയ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് വിജയിക്കുകയാണെങ്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സമാനമായ മുന്നേറ്റങ്ങളെ ഇത് പ്രോത്സാഹിപ്പിച്ചേക്കാം. വേറുറച്ച അധികാര സംഘടനകളെ വെല്ലുവിളിക്കുന്ന പുതിയ രാഷ്ട്രീയ രൂപീകരണങ്ങൾ
ഇത് മത്സരങ്ങൾ വർദ്ധിപ്പിച്ചും വോട്ടർമാർക്ക് യഥാർത്ഥ ഓപ്ഷനുകൾ നൽകിയും ഇന്ത്യൻ ജനാധിപത്യത്തെ ഉത്തേജിപ്പിക്കാം. അല്ലെങ്കിൽ പുതിയ പാർട്ടികൾക്ക് കാര്യക്ഷമമായി ഭരിക്കുവാനുള്ള സംഘടനാ ശേഷി ഇല്ലെങ്കിൽ അത് അസ്ഥിരത ഉണ്ടാക്കാനും കാരണമായേക്കാം. തമിഴ്നാടിന് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ അത് വളരെ നിർണായകമാണ്. 1992 വലിയ വിമർശനങ്ങൾ നേരിട്ട് കഷ്ടപ്പെട്ട ഒരു ബാലതാരത്തിൽ നിന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിലേക്കുള്ള വിജയുടെ യാത്ര തികച്ചും അസാധാരണമാണ്. മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പോലും വരാൻ സാധ്യതയുള്ള വലിയ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു യാത്രയാണിത്. തളപതി വിജയുടെ കഥ ഇപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നായകനായി അദ്ദേഹം അഭിനയിച്ച 69 ചിത്രങ്ങൾ 3 പതിറ്റാണ്ടത്തെ എന്റർടൈൻമെന്റിനെയും സാമൂഹിക പ്രശസ്തിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ഇതൊരു പുതിയ അധ്യായത്തിന്റെ ആമുഖം കൂടിയാണ്. തന്റെ കലാപരമായ സ്വാധീനത്തെ രാഷ്ട്രീയ അധികാരത്തിലേക്കും ആത്യന്തികമായ സാധാരണക്കാരുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങളിലേക്കും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കേണ്ട ഒരു അധ്യായം. 2026 മെയ് 4-5 തീയതികളിലെ തമിഴക വെട്രിക്കഴകത്തിന്റെ വിജയം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു വലിയ പൊളിച്ചെഴുത്തിനെയാണ് കാണിക്കുന്നത്. ഈ മാറ്റം ഭരണത്തിലും ജനങ്ങളുടെ ജീവിതത്തിലും യഥാർത്ഥ പുരോഗതി കൊണ്ടുവരുമോ, അതോ കേവലം ഒരു കൂട്ടം കുടുംബ വാഴ്ചക്കാർക്ക് പകരം മറ്റൊരു കൂട്ടരെ കൊണ്ടുവരിക മാത്രമാണോ ചെയ്യുക എന്നത് വരും മാസങ്ങളിലും വർഷങ്ങളിലും വിജയിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉറപ്പുള്ള ഒരു കാര്യം, തമിഴ്നാടും ഒപ്പം ഇന്ത്യ മുഴുവനും ഇത് നോക്കിക്കാണുന്നുണ്ട് എന്നതാണ്. TVKക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ തങ്ങളുടെ പ്രതീക്ഷകൾ കാക്കുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു. മറ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്തവർ തങ്ങളുടെ ഭയങ്ങൾ സത്യമാകുമോ എന്ന് നോക്കിക്കാണുന്നു. ജനാധിപത്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ആധുനിക ഇന്ത്യയിലെ മാറ്റത്തിന്റെ സാധ്യതകളെക്കുറിച്ചും തളപതി വിജയുടെ ഉയർച്ച നമ്മോട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ലോകം തന്നെ കാത്തിരിക്കുകയാണ്. 1984 വെട്രി മുതൽ 2026 ജനനായകൻ വരെ വെള്ളിത്തിരയിൽ നിന്ന് ഏറ്റവും ഉയർന്ന പദവിയിലേക്കുള്ള തളപതി വിജയുടെ കഥ ആത്യന്തികമായി തമിഴ്നാടിന്റെ തന്നെ കഥയാണ്. അതിന്റെ തനതായ ശബ്ദത്തിനും ആത്മാർത്ഥതയും ഉത്തരവാദിത്വവുമുള്ള ഒരു നേതൃത്വത്തിനും കുടുംബവാഴ്ചയിലല്ലാതെ തത്വങ്ങളിലും ജനങ്ങളിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിനും വേണ്ടി തിരയുന്ന ഒരു സംസ്ഥാനം. ആ ശബ്ദമാകാൻ വിജയ്ക്ക് കഴിയുമോ എന്നത് കണ്ടറിയണം. എന്നാൽ 2026 മെയ് 4-5 അദ്ദേഹത്തിന്റെ വിജയം ദശലക്ഷക്കണക്കിന് ആളുകൾ ആ സാധ്യതയിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കാൻ തീരുമാനിച്ച ഒരു നിമിഷത്തെയാണ് കാണിക്കുന്നത്. തളപതി വിജയുടെ ശ്രദ്ധേയമായ ജീവിതത്തെയും രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെയും ഈ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ ജനാധിപത്യത്തിൽ മാറ്റം എപ്പോഴും സാധ്യമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. കൃത്യമായ പ്രചോദനവും ഐക്യവും ഉണ്ടെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാൻ ജനങ്ങൾക്ക് കഴിയും. ചിലപ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന്, സിനിമയിൽ നിന്ന്, ജനപ്രിയ സംസ്കാരത്തിൽ നിന്ന്, സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെ അറിയപ്പെടുന്ന ഒരാളിൽ നിന്ന് പഴയ രാഷ്ട്രീയത്തിന് യഥാർത്ഥമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു നേതാവ് ഉയർന്നു വരാം. എന്നാൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, നാട് ഭരിച്ച് പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനം ഭരിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ പരമ്പരാഗത പാർട്ടികളെ തള്ളി പുതിയൊരു പാർട്ടിക്ക് അവസരം കൊടുക്കാൻ മാറി ചിന്തിച്ച തമിഴ് ജനങ്ങളെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇതാണ് തളപതി വിജയുടെ കഥ. ഇതാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ കഥ. വരും മാസങ്ങളിലും വർഷങ്ങളിലും വിജയ് തമിഴകത്തെ എങ്ങനെ ഭരിക്കും, എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് നമുക്ക് നോക്കിക്കാണാം. നന്ദി.